ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവി പഠിക്കാനും തിരുത്താനും CPM നേതൃയോഗം ഇന്ന് തുടങ്ങുന്നു. ചുമരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാനാവൂ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നല്ലപോലെ തോൽക്കാനുണ്ടായ കാരണങ്ങൾ പഠിക്കാനും തിരുത്താനും CPM നേതൃയോഗങ്ങൾ ഇന്ന് ആരംഭിക്കും. 16, 17 തീയതികളിലായി സംസ്ഥാന സെക്രട്ടേറിയറ്റും 18, 19, 20 തീയതികളിൽ സംസ്ഥാന സമിതി യോഗവുമാണ് നടക്കുന്നത്. രണ്ടാം പിണറായി സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരമാണ് തെരഞ്ഞെടുപ്പിലെ വൻ തോൽവിക്ക് കാരണമെന്ന് പാർട്ടിക്ക് അകത്തും പുറത്തും വിമർശനമുണ്ടാകുന്നു സാഹചര്യത്തിലാണ് നേതൃയോഗം എന്നത് ശ്രദ്ധേയമാകുന്നത്. സംസ്ഥാന ഭരണത്തിൽ പാർട്ടി കൂടുതൽ പിടിമുറുക്കിയിരിക്കുകയാണെന്ന് പറയുന്നു. ന്യൂനപക്ഷ വോട്ട് ലക്ഷ്യമിട്ട് പാർട്ടി നടത്തിയ നീക്കങ്ങളും തന്ത്രങ്ങളും വേണ്ട ഫലം കണ്ടില്ലെന്നും അതുമൂലം പരമ്പരാഗത വോട്ടർമാർക്കിടയിൽ ഉണ്ടായ ആശങ്ക BJP മുതലെടുക്കുന്നു എന്ന വിമർശനം ആലപ്പുഴ ഉൾപ്പെടെ പാർട്ടി ശക്തി കേന്ദ്രങ്ങളിൽ ഉണ്ടായ വോട്ട് ചോർച്ച പാർട്ടി വൃത്തങ്ങളെ ഞെട്ടിപ്പിച്ചിട്ടുണ്ട്. പലയിടത്തും പ്രാദേശിക ഭിന്നത മറനീക്കി പുറത്തു വന്നതും തെരഞ്ഞെടുപ്പ് തിരിച്ചടിയായെന്ന വിലയിരുത്തൽ പാർട്ടിക്കുണ്ട്. രാജ്യത്തെ ആകെ ഉണ്ടായ BJP വിരുദ്ധ വികാരവും കേരളത്തിൽ LDF ഭരണവിരുദ്ധ വികാരവും UDFന് ഗുണമുണ്ടാക്കിയെന്ന് ആണ് പറയുന്നത്. ഭരണവിരുദ്ധ വികാരം ഇല്ലെന്ന് സ്ഥാപിക്കാൻ മുഖ്യമന്ത്രി നിയമസഭയ്ക്കുള്ളിലും പുറത്തും കിണഞ്ഞ് ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒന്നും വിലപ്പോയില്ല എന്നാണ് വിലയിരുത്തുന്നത്. ബാർ കോഴ വിവാദം കെട്ടടങ്ങി. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള പ്രതിപക്ഷ തന്ത്രമെന്ന് BJP. ഉമ്മൻചാണ്ടി ഭരണത്തിൽ ഉണ്ടാക്കിയ ബാർ കോഴ വിവാദം അന്നത്തെ പ്രതിപക്ഷം പ്രക്ഷോഭം ആളിക്കത്തിച്ചു. കോഴമാണി, നോട്ടെണ്ണൽ യന്ത്രം തുടങ്ങി UDF സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും മുൾമുനയിൽ നിർത്തിയ സമര കോലാഹലങ്ങൾ ജനങ്ങൾ മറന്നു കാണില്ല. എന്നാൽ ഇപ്പോൾ LDFനെതിരെ അപ്രതീക്ഷിതമായി വീണുകിട്ടിയ പണപ്പിരിവ് വിവാദം വേണ്ട രീതിയിൽ മുതലെടുക്കാൻ പ്രതിപക്ഷത്തിനായില്ല. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ എന്തൊക്കെയോ ചെപ്പടി വിധികൾ കാട്ടിക്കൂട്ടുന്നതല്ലാതെ ബലവത്തായ ഒരു ശക്തമായ പ്രതിഷേധ പരിപാടികൾ നടത്താൻ നേതാക്കൾ മടിക്കുന്നതാണ് അറിയുന്നത്. ഭരണകക്ഷിയുമായി ബാർ ഉടമകളെ പിണക്കാതെ ചില തരികിടകൾ ഒപ്പിച്ച് അവസാനിപ്പിക്കുന്ന സ്ഥിരം തന്ത്രമാണ് പ്രതിപക്ഷം സ്വീകരിച്ചു വരുന്നതെന്ന് BJP നേതാക്കൾ ആരോപിക്കുന്നു. LDF ഭരണ തുടക്കം മുതൽ ഇതേ നിലപാടുകളാണ് പ്രതിപക്ഷം സ്വീകരിച്ചതെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. പിണറായി ഭരണത്തിനെതിരെ എണ്ണിയാൽ തീരാത്ത അത്രയ്ക്ക് അഴിമതി ആരോപണങ്ങൾ ഉയർന്നപ്പോൾ ശക്തമായ ഒരു നിലപാടും എടുത്തില്ല. LDF ഭരണത്തിന് ഒരു പോറലും ഏൽക്കാതെ ഭരണകക്ഷി ശക്തമായി പ്രതിരോധിച്ചു. അതെല്ലാം നിഷ്പ്രഭമാക്കിയെന്നാണ് പറയുന്നത്. വിവാദങ്ങളുടെ ആരംഭഘട്ടങ്ങളിൽ പേരിന് കുറച്ച് കാട്ടിക്കൂട്ടലുകൾ നടത്തിയും യൂത്ത് കോൺഗ്രസിനെ ഉപയോഗിച്ച് പ്രതിഷേധങ്ങളും മാർച്ച് നടത്തി വല്യേട്ടന്മാരായ നേതാക്കന്മാർ അതിൻ്റെ ക്രെഡിറ്റ് നേടുകയും ചെയ്യുന്നു. അസംബ്ലി നടക്കുമ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ഐക്യം ജനങ്ങൾ കാണുന്നുണ്ട്. ചില നേതാക്കൾ മൗനത്തിലായിരിക്കും. പ്രതികരണശേഷി നഷ്ടപ്പെട്ടതുപോലെ കാണാനാവുന്നത്. പ്രതിപക്ഷ നേതാവും കുഴൽനാടനും പോലെയുള്ള വിരലെണ്ണാവുന്നവർ MLAമാർ മാത്രമാണ് പ്രതികരിക്കുന്നത് കാണാൻ കഴിയുന്നത്. ഐക്യമില്ലായ്മയും പ്രത്യേകമായി കാണാൻ കഴിയുന്നുവെന്നും BJP ആരോപിക്കുന്നു. ഗതാഗത വകുപ്പിൻ്റെ ക്യാമറ വിവാദത്തിൽ പ്രതിപക്ഷത്തിൻ്റെ കള്ളത്തരങ്ങൾ പ്രകടമായിരുന്നു. കോടതിയിൽ പോകുമെന്ന് പറയുന്നതല്ലാതെ കോടതിയുടെ വരാന്തയിൽ പോലും പോയതായി പിന്നീട് കാണുന്നില്ലെന്നും മുൻ കേന്ദ്രമന്ത്രി V. മുരളീധരൻ എത്രയോ തവണ ആരോപണം ഉന്നയിച്ചതുമാണ്. പിണറായി ഭരണത്തിൽ പ്രതിപക്ഷം അപ്രസക്തമാണെന്ന് ജനങ്ങളും വിലയിരുത്തുന്നു. ഉള്ള നേതാക്കൾക്ക് വ്യത്യസ്ത നിലപാടുകളും അഭിപ്രായങ്ങളും ആയിരിക്കും. ഇടയ്ക്കിടയ്ക്ക് നേതാക്കൾ തമ്മിൽ വാക്പോരുകളും ചേരിതിരിവും കാണുന്നു. പിന്നെ എങ്ങനെ യഥാർത്ഥ പ്രതിപക്ഷമാകുമെന്നാണ് ജനങ്ങൾ പരാതിപ്പെടുന്നത്. സംസ്ഥാനത്ത് അതിരൂക്ഷമായ വിലക്കയറ്റം തുടരുമ്പോഴും പ്രതിപക്ഷം മൗനത്തിലാണോ എന്ന് ജനങ്ങൾ ചോദിക്കുന്നു. പ്രതിപക്ഷ നേതാവിനും മറ്റു നേതാക്കൾക്കും പിന്തുണ നൽകുന്നില്ല എന്ന ആക്ഷേപവും ശക്തമാണ്. അധികാരങ്ങൾക്കും സ്ഥാനമാനങ്ങൾക്കും മാത്രമാണ് ഉത്സാഹം കാണിക്കുന്നത്. UDF അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് ഒരു കുറവും കാണാനില്ല. കിട്ടാവുന്നത്ര ആനുകൂല്യങ്ങൾ കിട്ടിയാലും പിന്നെയും അധികാരത്തിനു വേണ്ടി ഹൈക്കമാൻഡിനെതിരെ വാളോങ്ങാനും പ്രസ്താവനകൾ നടത്താനും ഒരു കുറവുമില്ല. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ജനങ്ങൾ നൽകിയ പിന്തുണ UDFന്റെ മികച്ച പ്രവർത്തനം കൊണ്ടാണെന്ന് അഹങ്കരിക്കേണ്ട എന്ന് ജനങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നു. കാഫിർ പ്രചാരണം. KK ലതികയെ അറസ്റ്റ് ചെയ്യണമെന്ന് കോഴിക്കോട് DCC പ്രസിഡന്റ്.
വ്യാജ കാഫിർ പോസ്റ്റ് പ്രചരിപ്പിച്ച കെ ലതികയെ അറസ്റ്റ് ചെയ്യണമെന്ന് കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ കേസിലെ കുറ്റാരോപിതനും ഹൈക്കോടതിയിൽ ഹർജിക്കാരനുമായ PK മുഹമ്മദ് കാസിമിനെതിരെ പ്രഥമ ദൃഷ്ട്യാ തെളിവുകളൊന്നും കണ്ടെത്തിയിട്ടില്ലെങ്കിലും സംഭവത്തിൽ കാസിമിൻ്റെ പങ്ക് തള്ളിക്കളയാനാവില്ലെന്ന് വടകര റൂറൽ SP കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു. ഇതിന് പിന്നാലെയാണ് മുൻ MLA ആയ ലതികയെ അറസ്റ്റ് ചെയ്യണമെന്ന് പ്രവീൺ കുമാർ ആവശ്യപ്പെട്ടത്. ലതികയെ അറസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ പിന്നിലുള്ളവരെ കണ്ടെത്താനാവൂ. വ്യാജ പോസ്റ്റ് അവർക്കെതിരെ നടപടിയെടുക്കണം. സത്യം പുറത്തു വരണം. പോലീസ് CPMൻ്റെ പോഷക സംഘടനയായാണ് പ്രവർത്തിക്കുന്നത്. ഈ കേസിൽ പോലീസ് നിഷ്ക്രിയത്വം കാണിച്ച് പ്രത്യേക ഏജൻസി കേസ് അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുമെന്നും പ്രവീൺ കുമാർ പറഞ്ഞു. ഇന്നലെയാണ് കേസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പോലീസ് കോടതിയിൽ സമർപ്പിച്ചത്. ഫേസ്ബുക്ക് അധികാരികളിൽ നിന്നും റിപ്പോർട്ട് കിട്ടിയ ശേഷം പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നും റിപ്പോർട്ടിൽ പറയുന്നു. രേഖാമൂലം പരാതികൾ കിട്ടിയിട്ടും ഒരന്വേഷണവും നടത്തിയില്ല. അന്വേഷിച്ചാൽ കള്ളത്തരം പുറത്തു വരും. അതുകൊണ്ടാണ് കേരളത്തിലെ പോലീസുകാർ അന്വേഷിക്കാത്തത് എന്ന ആരോപണവും ശക്തമാണ്. മോദി മനസ്സിൽ കണ്ട ദീർഘവീക്ഷണത്തിൻ്റെ പ്രയാണം തുടങ്ങിക്കൊണ്ട് നിറസാന്നിധ്യമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. കേരളത്തിൽ BJPയുടെ ആധിപത്യം ഉറപ്പിച്ച് അടുത്ത ബംഗാളും ത്രിപുരയുമാക്കാൻ ഉള്ള മോദിയുടെ സ്വപ്ന സാക്ഷാത്കാരത്തിനുള്ള കഠിന പ്രയത്നത്തിന് ആരംഭം കുറിച്ചു തുടങ്ങി. കേന്ദ്രമന്ത്രി സ്ഥാനം സ്വീകരിക്കുന്നതിൽ വലിയ വിവാദം ആദ്യം ഉണ്ടാക്കിയെങ്കിലും ഇപ്പോൾ അതെല്ലാം മറന്ന് കേരളം മുഴുവൻ നിറസാന്നിധ്യമായി കൊണ്ടിരിക്കുകയാണ് സുരേഷ് ഗോപി. ജനഹിതമായ എല്ലാ സ്ഥലങ്ങളിലും ഓടിയെത്തുന്നു. കുവൈത്ത് തീപിടുത്തത്തിൽ മരണപ്പെട്ട തൃശൂർ ചാവക്കാട് സ്വദേശി ബിനോയ് തോമസിൻ്റെ കുടുംബത്തിന് വീട് നിർമ്മിച്ച് നൽകും. കേന്ദ്രമന്ത്രിസ്ഥാനം കൊണ്ട് ചെയ്യാൻ കഴിയുന്നതെല്ലാം അല്ലാതെയുള്ള സ്വന്തം നിലയ്ക്കും ജനങ്ങളെ സേവിക്കും. അടുത്ത് വരാനിരിക്കുന്ന പഞ്ചായത്ത് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മൂന്നാം മുന്നണി അസൂയാവഹമായ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് മോദിയും കേന്ദ്ര നേതൃത്വവും. UDFനെയും LDFനെയും ബംഗാളിലെയും ത്രിപുരയിലെയും പോലെ ആക്കുമെന്നാണ് BJP പറയുന്നത്.